ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ലേണിംഗ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയിൽ വരുന്ന ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന ടോപ്പിക്കിലെ ആറ്റം എന്ന ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നുള്ള മാക്സിമം കണ്ടൻറ്റും ഉൾപ്പെടുത്തിയായിരിക്കും ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുക. അതുമാത്രമല്ല SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. അതിനാൽ എല്ലാവരും ഇന്നത്തെ ക്ലാസ് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അല്ലെങ്കിൽ ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. അപ്പോൾ എന്താണ് ആറ്റം? ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതുപോലെ തന്നെ ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം ഏതാണ്? അത് ആറ്റമോസ് എന്നാണ്. അപ്പോൾ ആറ്റം എന്ന വാക്കുണ്ടായത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ വിഭജിക്കാൻ കഴിയാത്തത് എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ ആറ്റം എന്ന വാക്കുണ്ടായ ഗ്രീക്ക് പദം ചോദിച്ചാൽ ആറ്റമോസ് എന്നാണ്. ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. അതുപോലെ തന്നെ ആറ്റം എന്ന പദം ആവിഷ്കരിച്ചതാരാണ്? ആറ്റം എന്ന പദം ആവിഷ്കരിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പോൾ ആറ്റം എന്ന പദം ആവിഷ്കരിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. അതുപോലെ തന്നെ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. 1807 അപ്പോൾ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. എന്നാണെന്ന് ചോദിച്ചാൽ 1807. എന്നാൽ ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാരാണ്? അത് ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പോൾ ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഓസ്റ്റ്വാൾഡ്. അതുപോലെ തന്നെ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. 1807. അപ്പോൾ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. അതുപോലെ തന്നെ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് വെച്ചാൽ അതും ജോൺ ഡാൾട്ടൺ ആണ്. എന്താണ് അറ്റോമിക് സിദ്ധാന്തം? ഓരോ മൂലക ആറ്റത്തിനും നിശ്ചിത മാസ് ഉണ്ടെന്ന് സ്ഥാപിച്ചതാണ് അറ്റോമിക് സിദ്ധാന്തം. അപ്പോൾ ഓരോ മൂലക ആറ്റത്തിനും നിശ്ചിത മാസ് ഉണ്ടെന്ന് സ്ഥാപിച്ച സിദ്ധാന്തം ഏതാണെന്ന് വെച്ചാൽ എന്താണ്? അത് അറ്റോമിക് സിദ്ധാന്തമാണ്. അപ്പോൾ അറ്റോമിക് സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. അതുപോലെ തന്നെ പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാർ ആരൊക്കെയാണ്? അത് ലൂസിപ്പസും ഡെമോക്രീറ്റസുമാണ്. അപ്പോൾ പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാരാണ് ലൂസിപ്പസും ഡെമോക്രീറ്റസും. അതുപോലെ തന്നെ പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ച തത്വചിന്തകന്മാർ ആരെല്ലാമാണ്? അത് പ്ലേറ്റോവും അരിസ്റ്റോട്ടിലുമാണ്. അപ്പോൾ പ്രപഞ്ചമുണ്ടായത് മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണെന്ന് വാദിച്ച തത്വചിന്തകന്മാർ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ്. എന്നാൽ പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് എന്ന് സമർത്ഥിച്ച തത്വചിന്തകന്മാർ ആരാണ്? അത് ലൂസിപ്പസും ഡെമോക്രീറ്റസും. അതുപോലെ തന്നെ പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനെ ചോദിച്ചാൽ അത് ലുക്രീഷ്യസ് ആണ്. അപ്പോൾ പദാർത്ഥങ്ങൾ അവിഭാജ്യ കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച തത്വചിന്തകനാണ് ലുക്രീഷ്യസ്. അതുപോലെ തന്നെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യൻ ആരാണ്? അത് കണാദനാണ്. അപ്പോൾ
പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യനാരാണ്? അത് കണാദനാണ്. അതുപോലെ തന്നെ വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും കണാദ മുനിയാണ്. അപ്പോൾ വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥത്തിലാണ് കണാദ മുനി പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പോൾ വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കണാദ മുനിയാണ്. അതുപോലെ തന്നെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. അപ്പോൾ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞരാണ്? അത് ഗോൾഡ് സ്റ്റെയിൻ ആണ്. അപ്പോൾ 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാരാണ്? അത് ഗോൾഡ് സ്റ്റെയിൻ ആണ്. അപ്പോൾ 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ഗോൾഡ് സ്റ്റെയിൻ. എന്നാൽ 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനെ ചോദിച്ചാൽ അത് JJ തോംസൺ ആണ്. അപ്പോൾ 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? അത് JJ തോംസൺ ആണ്. അതുപോലെ തന്നെ 1908 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനെ ചോദിച്ചാൽ അത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. അപ്പോൾ 1908 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാരാണ്? അത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. അതുപോലെ തന്നെ ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചതാരാണ്? നീൽസ് ബോറാണ്. അപ്പോൾ നീൽസ് ബോറാണ് ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും നീൽസ് ബോറാണ്. അപ്പോൾ ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോറാണ്. അതുപോലെ തന്നെ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും നീൽസ് ബോറാണ്. അതുപോലെ ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ ക്വാണ്ടം തിയറിയാണ്. അപ്പോൾ ബോറിൻ്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്വാണ്ടം തിയറിയാണ്. അതുപോലെ തന്നെ ബോറിൻ്റെ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? അത് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ ആണ്. അപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ആദ്യത്തേതാണ് ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഓർബിറ്റുകളിൽ ആണ്. രണ്ടാമത്തത് ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ബോറിൻ്റെ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആശയമാണ് ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്, അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്നും അകലുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടുന്നു. അപ്പോൾ ബോറിൻ്റെ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഓർബിറ്റുകളിൽ ആണ്. അതുപോലെ തന്നെ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്കൊരു നിശ്ചിത ഊർജമുണ്ട്, അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃക എന്താണ്? അത് JJ തോമസിൻ്റെ ആറ്റം മാതൃകയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃക ചോദിച്ചാൽ അത് JJ തോമസിൻ്റെ ആറ്റം മാതൃകയാണ്, അല്ലെങ്കിൽ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയാം. അതുപോലെ തന്നെ
വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജ്ജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അപ്പോൾ വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജ്ജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ആറ്റം മാതൃക ചോദിച്ചാൽ അത് തോംസൺ മോഡൽ ഓഫ് ആറ്റമാണ്, അല്ലെങ്കിൽ ജെ തോംസൻ്റെ ആറ്റം മാതൃകയാണ്. എന്നാൽ വക്രപാതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണോർജ്ജം ഉത്സർജിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണെന്ന് വെച്ചാൽ അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അതുപോലെ തന്നെ ആറ്റത്തിലെ മൗലിക കണങ്ങളാണ്, അല്ലെങ്കിൽ ആറ്റത്തിലെ 3 കണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണുമാണ്. അപ്പോൾ ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അല്ലെങ്കിൽ ആധുനിക സങ്കല്പമനുസരിച്ച് ആറ്റം അതിസൂക്ഷ്മ അടിസ്ഥാന കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലിക കണം ഏതാണെന്ന് വെച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലിക കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണെന്ന് വെച്ചാൽ അതും ഇലക്ട്രോൺ ആണ്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലിക കണമാണ് ഇലക്ട്രോൺ. അതുപോലെ തന്നെ ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിന് ആ പേര് നൽകിയതാരാണ്? ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ജോൺ സ്റ്റോണിയാണ്. അപ്പോൾ ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ജോൺ സ്റ്റോണിയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ചാൽ ജെ തോംസൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്ന് വെച്ചാൽ 9.1 × 10⁻³ കിലോഗ്രാം ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 9.1 × 10⁻³ കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലിലായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്ന് വെച്ചാൽ 9.1 × 10⁻³ കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലിലായിരിക്കും. എന്നാൽ ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ജോൺ സ്റ്റോണിയാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണെന്ന് വെച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. അതുപോലെ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലിക കണം ചോദിച്ചാലും അത് ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ഡാഷായിരിക്കും എന്ന് വെച്ചാൽ തുല്യമായിരിക്കും. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായി. അതുപോലെ തന്നെ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണെന്ന് വെച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? അത് ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഡാഷ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ആണ്. അപ്പോൾ സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഡാഷ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ആൻസർ ഇലക്ട്രോൺ എന്നാണ്. അതുപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗം മാത്രം മാസുള്ള കണങ്ങളാണ് ഡാഷ് എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗം മാത്രം മാസുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ. അതുപോലെ തന്നെ ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം അല്ലെങ്കിൽ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ടെന്ന് നിർദ്ദേശിച്ചതാരാണ്? അത് ഡി ബ്രോളിയാണ്. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണെന്ന് വെച്ചാൽ ഡി ബ്രോളിയാണ്.
ദ്വൈത സ്വഭാവം എന്നാൽ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഇത് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ഡി ബ്രോളിയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ മില്ലിക്കൺ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിക്കൺ ആണ്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിക്കൺ. അപ്പോൾ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിക്കൺ ആണ്. അതുപോലെ തന്നെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? അത് പ്രോട്ടോൺ ആണ്. അപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കണം ചോദിച്ചാൽ അതും പ്രോട്ടോൺ ആണ്. അപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിൻറ്റും എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കണം ചോദിച്ചാൽ അതും പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ പോസിറ്റീവാണ്. അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1.672 × 10⁻⁻27 kg ആണ്. അതുപോലെ തന്നെ പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിലാണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1.67 × 10⁻⁻27 kg ആണ്. അതുപോലെ തന്നെ പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലാണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കണവും പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിൻ്റെ മാസ് 1.672 × 10⁻⁻27 kg ആണ്. പ്രോട്ടോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജില്ലാത്ത കണം ചോദിച്ചാൽ എന്തെഴുതാം? അത് ന്യൂട്രോൺ ആണ്. അപ്പോൾ ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ. അതുപോലെ ആറ്റത്തിലെ ഭാരം കൂടിയ കണം ചോദിച്ചാൽ അതും ന്യൂട്രോൺ ആണ്. അപ്പോൾ ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. അതുപോലെ തന്നെ ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജില്ലാത്ത കണം ചോദിച്ചാൽ അതും ന്യൂട്രോൺ ആണ്. അതുപോലെ തന്നെ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിൻ്റെ ചാർജ് ചോദിച്ചാൽ ചാർജ് ഇല്ല ന്യൂട്രോണിന്. അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെ മാസ് ചോദിച്ചാൽ 1.675 × 10⁻⁻27 kg ആണ്. ന്യൂട്രോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലാണ്. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിന് ചാർജില്ല. ന്യൂട്രോൺ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിലാണ്. ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ 1.674 × 10⁻⁻27 kg ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ മാസ് എത്രയാണ്? 1.674 × 10⁻⁻27 kg ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാസുള്ള കണം ചോദിച്ചാൽ അത് ന്യൂട്രോൺ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാസുള്ള കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. അതുപോലെ തന്നെ ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ എത്രയാണ്? അത് 1836:1 ആണ്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? 1836:1 ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം അല്ലെങ്കിൽ വേവ് നേച്ചർ, കണികാ സ്വഭാവം അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ദ്വൈത സ്വഭാവം അല്ലെങ്കിൽ ഡ്യുവൽ നേച്ചർ. അതുപോലെ തന്നെ പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചതാരാണ്? അത് CJ ഡേവിസണും LH ജെർമറും ചേർന്നാണ്. അപ്പോൾ പരീക്ഷണങ്ങളിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് CJ ഡേവിസണും LH ജെർമറുമാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്താണ്? ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്.
അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ന്യൂക്ലിയസിലാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണെന്ന് വെച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ചോദിച്ചാൽ അതും ന്യൂക്ലിയസ് ആണ്. അതുപോലെ ന്യൂക്ലിയസിനെ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ചാൽ അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതുപോലെ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലുപ്പം എത്രയാണ്? 10⁵ ഇരട്ടിയാണ്. അപ്പോൾ ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം ചോദിച്ചാൽ അത് 10⁵ ഇരട്ടിയാണ്. അതുപോലെ തന്നെ ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ന്യൂക്ലിയസിലാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് ന്യൂക്ലിയോണുകൾ. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് ന്യൂക്ലിയോണുകൾ. അതുപോലെ തന്നെ ന്യൂക്ലിയസിലെ കണങ്ങൾ ചോദിച്ചാൽ എന്തെഴുതാം? അത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അപ്പോൾ ന്യൂക്ലിയസിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അതുപോലെ തന്നെ ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? അത് ന്യൂട്രോണാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകൾ ചോദിച്ചാൽ എന്താണ്? അത് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ തുടങ്ങിയവയാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സൂക്ഷ്മ കണികകളാണ് മീസോണുകൾ, ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോൺ തുടങ്ങിയവ. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ചോദിച്ചാൽ എന്തെഴുതാം? അത് പോസിട്രോൺ ആണ്. അപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. പോസിട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ കാൾ ആൻഡേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ അതേ മാസുള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. അപ്പോൾ എന്താണ് പോസിട്രോൺ? ഇലക്ട്രോണിൻ്റെ അതേ മാസുള്ളതും എന്നാൽ വിപരീത ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതുമായ കണങ്ങളാണ് പോസിട്രോൺ. പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? പോസിട്രോൺ ആണ്. പോസിട്രോൺ കണ്ടെത്തിയതാരാണ്? അത് കാൾ ആൻഡേഴ്സൺ ആണ്. അതുപോലെ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചതാരാണ്? അത് പോൾ ഡിറാക് ആണ്. അപ്പോൾ പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അതെന്തെഴുതാം? അത് പോൾ ഡിറാക് ആണ്. അതുപോലെ തന്നെ പ്രോട്ടോണിന് തുല്യം മാസുള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങൾ ഏതാണ്? അത് ആൻറ്റി പ്രോട്ടോൺ ആണ്. അപ്പോൾ പ്രോട്ടോണിന് തുല്യം മാസുള്ളതും പ്രോട്ടോണിൻ്റെ വിപരീത ചാർജുള്ളതുമായ കണങ്ങളാണ് ആൻറ്റി പ്രോട്ടോൺ. അതുപോലെ തന്നെ ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ചേംബർലെയിനും സെഗ്രെയിനുമാണ്. അപ്പോൾ ആൻറ്റി പ്രോട്ടോൺ കണ്ടെത്തിയതാരാണ്? ചേംബർലെയിൻ, സെഗ്രെയിൻ തുടങ്ങിയവരാണ്. ആറ്റത്തിലെ ചാർജും മാസുമില്ലാത്ത കണങ്ങൾ ചോദിച്ചാൽ എന്തെഴുതാം? അത് ന്യൂട്രിനോകളും ആൻറ്റി ന്യൂട്രിനോകളുമാണ്. അപ്പോൾ ആറ്റത്തിലെ ചാർജും മാസുമില്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും ആൻറ്റി ന്യൂട്രിനോകളും. അതുപോലെ തന്നെ ന്യൂട്രിനോയെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് വെച്ചാൽ ഉൾഫ് ഗാങ് പോളിയാണ്. അപ്പോൾ ആറ്റത്തിലെ ചാർജും മാസുമില്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും ആൻറ്റി ന്യൂട്രിനോകളും. ന്യൂട്രിനോയെക്കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് വെച്ചാൽ അത് ഉൾഫ് ഗാങ് പോളിയാണ്. അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ചോദിച്ചാൽ എന്തെഴുതാം? ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രോൺ. ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ചാൽ ബ്രൂസ് കോർക്കാണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ഏതാണ്? അത് ആൻറ്റി ന്യൂട്രോൺ ആണ്. ആൻറ്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് വെച്ചാൽ ബ്രൂസ് കോർക്കാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർ മെലൻ അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക, റൈസിൻ പുഡിംഗ് മാതൃക തുടങ്ങിയവയൊക്കെ നിർദ്ദേശിച്ചത് ആരാണ്? അത് ജെ തോംസൺ ആണ്. അപ്പോൾ ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർ മെലൻ മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക,
അതുപോലെ തന്നെ റൈസിൻ പുഡിംഗ് മാതൃക എന്നിവയൊക്കെ ആറ്റത്തിന് നിർദ്ദേശിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ജെ തോംസൺ ആണ്. എന്നാൽ ആറ്റത്തിന് സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ ആറ്റത്തിന് സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് ആരാണെന്ന് വെച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക നിർദ്ദേശിച്ചത് ഇർവിൻ ഷെറോഡിംഗർ ആണ്. അപ്പോൾ ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക ഇർവിൻ ഷെറോഡിംഗർ ആണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ നിർദ്ദേശിച്ചത് ഹെയ്സൻബർഗ് ആണ്. അപ്പോൾ ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക ഇർവിൻ ഷെറോഡിംഗർ ആണ്. എന്നാൽ ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അല്ലെങ്കിൽ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ നിർദ്ദേശിച്ചത് ഹെയ്സൻബർഗ് ആണ്. അല്ലെങ്കിൽ അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെയ്സൻബർഗ് ആണ്. രണ്ട് തരത്തിലും ചോദിക്കാം. ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം എന്ന് ചോദിച്ചാൽ അത് ഹെയ്സൻബർഗ് ആണ്. അല്ലെങ്കിൽ അനിശ്ചിതത്വ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതും ഹെയ്സൻബർഗ് ആണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ തരംഗ യാന്ത്രിക മാതൃക നിർദ്ദേശിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് മാക്സ് പ്ലാങ്ക് ആണ്. അപ്പോൾ ആറ്റത്തിൻ്റെ തരംഗ യാന്ത്രിക മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? അത് മാക്സ് പ്ലാങ്ക് ആണ്. അത് ആറ്റത്തിന് സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റൂദർഫോർഡ് ആണ്. അതുപോലെ തന്നെ റൂദർഫോർഡ് മാതൃക അനുസരിച്ച് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എന്ന പോലെ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ആധുനിക സിദ്ധാന്തപ്രകാരം ആറ്റത്തിലെ മൗലിക കണങ്ങളെല്ലാം ഡാഷ് എന്നറിയപ്പെടുന്ന കണങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ചോദിച്ചാൽ ക്വാർക്കുകൾ എന്നറിയപ്പെടുന്ന കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ആധുനിക സിദ്ധാന്തപ്രകാരം ആറ്റത്തിലെ മൗലിക കണങ്ങളെല്ലാം ക്വാർക്കുകൾ എന്നറിയപ്പെടുന്ന കണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആറ്റ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണ്. ഇതുപോലെ തന്നെ ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം അനുസരിച്ച് എല്ലാ വസ്തുക്കളും അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണം ഏതാണെന്ന് വെച്ചാൽ അത് ആറ്റമാണ്. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം എല്ലാവിധത്തിലും ഒരുപോലെയായിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളിലെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത പിണ്ഡം ഉണ്ടായിരിക്കും. ഇതാണ് ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം. ആറ്റം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം അനുസരിച്ച് എല്ലാ വസ്തുക്കളും അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണം ആറ്റമാണ്. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം എല്ലാ വിധങ്ങളിലും ഒരുപോലെയായിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളിലെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത പിണ്ഡം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന ടോപ്പിക്കിലെ ആറ്റം എന്ന ഭാഗമാണ്. അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക്